ശബ്ദങ്ങളും കേൾക്കാൻ കഴിയും. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ പാറപ്പുറത്ത് തന്നെ ആകാശ് ഇരിപ്പുണ്ട്. അവളുടെ നോട്ടം കണ്ട് എന്താ കാര്യമെന്നവൻ പുരികം പൊക്കി ചോദിച്ചു. എന്തോ ശബ്ദം കേട്ടു, ഞാൻ പെട്ടെന്ന് പേടിച്ചുപോയി. അത് കാറ്റിൽ ഒരു ചുള്ളിക്കമ്പ് താഴെ വീണതിന്റെ ശബ്ദമാണ്, അല്ലാതെ കാട്ടുമൃഗങ്ങളുടെ അല്ല, നീ പേടിക്കണ്ട. അവൻ പറഞ്ഞപ്പോഴാണ് താഴെ ഒരു ചുള്ളിക്കമ്പ് താഴെ വീണ് കിടക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വെറുതെ പേടിച്ചു, അവൾ സ്വന്തം തലയ്ക്കൊരു കൊട്ടു കൊടുത്തുകൊണ്ട് സ്വയം പറഞ്ഞു. വെള്ളച്ചാട്ടത്തിൽ നനഞ്ഞു കുളിച്ചു നിന്നതും അവന്റെ നെഞ്ചിലേക്ക് വീണതും തൻ്റെ അധരങ്ങളെ അവൻ നുണഞ്ഞതും എല്ലാം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. ഓർക്കും തോറും അവളുടെ കവിൾത്തടങ്ങൾ നാണത്താൽ ചുവന്നു തുടുത്തു. അവളുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. ആകാശേട്ടൻ്റെ കണ്ണുകളിൽ എന്നോടുള്ള പ്രണയവും വാത്സല്യവും കരുതലും ഉണ്ടായിരുന്നു. എനിക്കെൻ്റെ കുഞ്ഞുനാളിലെ നഷ്ടപ്പെട്ടതാണ് എൻ്റെ അച്ഛനെയും അമ്മയും. അമ്മായിയും അമ്മാവനും എന്നെ ആത്മാർത്ഥമായിട്ടൊന്ന് സ്നേഹിച്ചിട്ട് പോലുമില്ല. ആ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ സുരക്ഷിതയാണ്. ഒരാളും എന്നെ ഒന്ന് നോക്കി വേദനിപ്പിക്കാൻ പോലും അദ്ദേഹം സമ്മതിക്കില്ല. അവൾ ഓരോന്നായി ആലോചിച്ചു നിന്നു. അവളുടെ ഇരുമിഴികളിലും നനവ് പടർന്നു. അവളുടെ കണ്ണുകൾ അവനെ തേടിപ്പോയി. അവനും എന്തോ ആലോചനയിലാണ്. അവൾ നനഞ്ഞു കുളിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് കൺട്രോൾ പോയതാണ്. അവളുടെ മനസ്സിൽ എന്നോട് ചോദിക്കാനായി 100,000 ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എല്ലാം പരസ്പരം സംസാരിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാനായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും രാത്രി അവളെ വിളിച്ചുകൊണ്ടുവന്നത്. പക്ഷേ അത് നടന്നതുമില്ല. എന്താണ് മാനത്ത് നോക്കിയിരുന്നൊരു ആലോചന? അവളുടെ ആ ചോദ്യമാണ് അവനെ ആലോചനയിൽ നിന്നും മുക്തനാക്കിയത്. മുൻപിലേക്ക് നോക്കിയപ്പോൾ അവൾ അടുത്തു തന്നെ നിൽപ്പുണ്ട്. നീ ഇതപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നാളായി. താങ്കൾ അറിഞ്ഞില്ലായിരുന്നോ? ഇല്ലല്ലോ. അവൻ അതേ നാണയത്തിൽ തന്നെ മറുപടി പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചാ സത്യസന്ധമായി എനിക്കൊരു ഉത്തരം തരുമോ? നീ ചോദിക്ക്, തരണോ വേണ്ടയോ എന്ന് നോക്കാം. അവൻ അങ്ങനെ പറഞ്ഞതും അവൾ പിണക്കഭാവത്തിൽ മുഖം തിരിച്ചു നിന്നു. അയ്യേ, അപ്പോഴേക്കും പിണങ്ങിയോ? എൻ്റെ പെണ്ണ് ചോദിക്ക്. അത് പാറു ഒന്ന് കല്യാണത്തിന് തയ്യാറായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് അവൾ പയ്യന്റെ ഫോട്ടോ പോലും കാണാതെ ഇരുന്നത്. പക്ഷെ ആകാശേട്ടൻ എന്താ അവളുടെ ഫോട്ടോ പോലും കാണാതെ ഇരുന്നത്? അവൾ സംശയത്തോടെ തിരക്കി. എനിക്കും ഒരു കല്യാണത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല, പിന്നെന്തിനാ കല്യാണത്തിന് സമ്മതിച്ചത്? അവൾ അതിശയത്തോടെ അടുത്ത ചോദ്യം ചോദിച്ചു. ഇപ്പോൾ ഒരു കല്യാണത്തിന് താല്പര്യമില്ലാതിരുന്നിട്ടും തൻ്റെ കൂട്ടുകാരി എന്തിനാ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അത് അവളുടെ അമ്മയുടെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിന് അവൾ മുട്ടുകുത്തിയതാണ്. എന്നാലും ഈ വിവാഹം മുടക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതുപോലെയൊക്കെ ഞങ്ങൾ ശ്രമിച്ചിരുന്നു. പക്ഷേ എല്ലാ ശ്രമവും പരാജയപ്പെട്ടു. ഇനി ഞാൻ ചോദിച്ചതിന് മറുപടി താ. ഞാനും എൻ്റെ അമ്മയുടെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിന് അടിയറവ് പറഞ്ഞതാണ്. ഞാൻ ഒരു പോലീസ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്ത അന്നു മുതൽ തുടങ്ങിയതാണ് എൻ്റെ വിവാഹാലോചന. നിങ്ങളെപ്പോലെ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഈ കല്യാണം മുടക്കാൻ ആദ്യം മുതൽ അന്ത്യം വരെ ശ്രമിച്ചിരുന്നു. അവസാനം അതിന് ഫലവും കണ്ടിരുന്നു. ഫലം കണ്ടിരുന്നു എന്നോ? എന്നിട്ടാണോ കാര്യങ്ങൾ കല്യാണ മണ്ഡപം വരെ എത്തിയത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങളെപ്പോലെ എൻ്റെ 18 അടവും പാളിപ്പോയിട്ടില്ല. അന്നേരം ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലെന്നാണോ എൻ്റെ കഴുത്തിൽ ഈ താലിമാല അണിയിച്ചത്? പക്ഷേ എല്ലാ ശ്രമവും പരാജയപ്പെട്ടു. ഇനി ഞാൻ ചോദിച്ചതിന് മറുപടി താ. ഞാനും എൻ്റെ അമ്മയുടെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിന് അടിയറവ് പറഞ്ഞതാണ്. ഞാൻ ഒരു പോലീസ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്ത അന്നു മുതൽ തുടങ്ങിയതാണ് എൻ്റെ വിവാഹാലോചന. നിങ്ങളെപ്പോലെ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഈ കല്യാണം മുടക്കാൻ ആദ്യം മുതൽ അന്ത്യം വരെ ശ്രമിച്ചിരുന്നു. അവസാനം അതിന് ഫലവും കണ്ടിരുന്നു. ഫലം കണ്ടിരുന്നു എന്നോ? എന്നിട്ടാണോ കാര്യങ്ങൾ കല്യാണ മണ്ഡപം വരെ എത്തിയത്? ഞാൻ പറയുന്നത് സത്യമാണ്. നിങ്ങളെപ്പോലെ എൻ്റെ 18 അടവും പാളിപ്പോയിട്ടില്ല. അന്നേരം ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലെന്നാണോ എൻ്റെ കഴുത്തിൽ ഈ താലിമാല അണിയിച്ചത്? പെട്ടെന്ന് അവൻ്റെ ശബ്ദം കനത്തതും അവൾ പേടിച്ചുപോയി. പേടിച്ചു വിറച്ച് നിൽക്കുന്ന അവളെ കണ്ടതും അവൻ പെട്ടെന്ന് ശാന്തനായി. പേടിച്ചുപോയോ? ഐ എം സോറി. നീ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവൻ ആർദ്രമായി അവളോട് പറഞ്ഞു. അവനങ്ങനെ കാമുകിമാർ ഒന്നും തന്നെ ഇല്ലായിരുന്നുവെന്ന് അവൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ അവൾക്ക് വ്യക്തമായി. ആകാശോട് സോറി പറയണ്ട, അങ്ങനെ ചോദിച്ചത് എൻ്റെ തെറ്റാണ്. ഞാനൊരു വിവാഹത്തിന് തയ്യാറല്ലാതെ ഇരുന്നത് ഇപ്പോൾ ഒരു വിവാഹവും കുടുംബവും ഒക്കെ വേണ്ടെന്ന് കരുതിയാണ്. അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഞാൻ സർവീസിൽ ജോയിൻ ചെയ്തിട്ട് 1 വർഷം പോലും തികഞ്ഞിട്ടില്ല. കുറച്ചുനാൾ കൂടി ഇങ്ങനെ സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്നത് നല്ലതെന്നാണ് തോന്നിയത്. കാരണം ഇതുപോലെയൊക്കെ എന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെൻ്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടിയും കൂടി ഇരയാകണ്ടല്ലോ എന്ന് കരുതി.
ഒരു ഇളം കാറ്റ് വീശിയതും ഇരുവരുടെയും നാസികയിലേക്ക് നറുമണം തുളച്ചു കയറി. ആ മണത്തെ പിന്തുടർന്ന് നായ്ക്കളെ പോലെ രണ്ടുപേരും നടന്നു. വെള്ള നിറത്തിലെ ഒരു കൂട്ടം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കാട്ടുപൂവിൽ നിന്നുമായിരുന്നു അവരുടെ നാസികയിൽ മണം തുളച്ചു കയറിയത്. കൂട്ടമായി വരിവരിയായി ആരോ നട്ടുപിടിപ്പിച്ചതുപോലെ ഒരു പൂന്തോട്ടം പോലെയുണ്ടായിരുന്നു ആ കാഴ്ച. അവരുടെ കണ്ണുകളിൽ കുളിർമയേൽപ്പിച്ചു. പൂന്തോട്ടത്തിൽ നിന്നും പൂന്തേൻ നുകരാൻ വരുന്ന പൂമ്പാറ്റയെ പോലെ കല്യാണി പൂന്തോട്ടത്തിൽ പാറി നടന്നു. രണ്ട് കൈയും കെട്ടി അവളുടെ മുഖത്തെ സന്തോഷത്തെയും വീക്ഷിച്ചുകൊണ്ട് ആകാശ് നോക്കി നിന്നു. ഈ സമയം നാട്ടിൽ അഞ്ജുവിനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കി. ഇപ്പോൾ അവൾക്ക് പനിക്ക് കുറവുണ്ട്. പക്ഷേ ആഹാരം കഴിക്കുന്നത് വളരെ കുറവാണ്. വളരെ കഷ്ടപ്പെട്ടാണ് കീർത്തി അവളെ കൊണ്ട് ആഹാരം കഴിപ്പിക്കുന്നത്. പാറുവിൻ്റെ മുറിവെല്ലാം കരിഞ്ഞുണങ്ങി. അവളെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കി. ഡിസ്ചാർജ് ആയതുകൊണ്ട് സ്നേഹ ഓരോന്നും അടുക്കി ഒതുക്കി വെക്കുന്ന ധൃതിയിലാണ്. നീ നേരെ എങ്ങോട്ടാ പോകുന്നത്? എൻ്റെ കൂടെ ഹോസ്റ്റലിലേക്ക് വരുന്നോ? സ്നേഹ പാറുവിനോട് തിരക്കി. ഞാൻ വീട്ടിലേക്കാണ് പോകുന്നത്, നീയും എൻ്റെ കൂടെ പോന്നോ? അങ്ങനെ ഹോസ്പിറ്റലിലെ ബില്ലെല്ലാം സെറ്റിൽ ചെയ്ത് സ്നേഹയും പാറുവും കൂടി ഒരു ടാക്സി പിടിച്ച് പാറുവിൻ്റെ വീട്ടിലെത്തി. അവർ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചതും പാറുവിൻ്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു. കുറേ നാളുകൾക്ക് ശേഷം മകളെ കണ്ടതും അമ്മ അവളെയും നോക്കി നിന്നുപോയി. അമ്മയുടെയും മകളുടെയും കണ്ണുകൾ ഒരേപോലെ നിറഞ്ഞൊഴുകി. ഈ കാഴ്ച കണ്ടു നിന്ന സ്നേഹയുടെ മിഴികളിലും ഈറനണിഞ്ഞു. മോളെ പാറു, അമ്മ അവളെ വാത്സല്യത്തോടെ വിളിച്ചു. വാതിൽക്കടുത്ത് നിൽക്കാതെ നിർത്താതെ സ്നേഹയും പാറുവിനെയും അകത്തേക്ക് വിളിച്ചിരുത്തി. പാറുവിൻ്റെ നെറ്റിയിലെ മുറിവുണങ്ങിയെങ്കിലും അതിൻ്റെ പാട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മയുടെ കരങ്ങൾ ആ മുറിവിലൂടെ തലോടി. ഇത് എന്തു പറ്റിയതാ മോളെ? ആകുലതയോടെ ആ അമ്മ തിരക്കി. ഏയ് ഒന്നുമില്ലമ്മേ. അവൾ അങ്ങനെ പറഞ്ഞൊഴിയാൻ ശ്രമിച്ചെങ്കിലും സ്നേഹ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു. ഇത്രയും നാളും മോൾ എവിടെയായിരുന്നു? ഈ അമ്മയുടെ തെറ്റാണ് മോൾക്ക് ഇഷ്ടമില്ലാതെ ഇരുന്നിട്ടും ഒരു വിവാഹത്തിന് നിർബന്ധിച്ചത്. അവരുടെ വാക്കുകൾ ഇടറിയിരുന്നു. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ല അമ്മേ. ഞാൻ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അതും പറഞ്ഞ് അവൾ തൻ്റെ റൂമിലേക്ക് നടന്നു. അമ്മേ, അച്ഛൻ എവിടെ? കണ്ടില്ലല്ലോ. അവൾ തിരിഞ്ഞു നിന്ന് ചോദിച്ചു. അച്ഛൻ പുറത്തു പോയിരിക്കുകയാണ് മോളെ. അവൾ അതിനൊന്ന് മൂളിയതിന് മാത്രമേ ഉള്ളൂ. തൻ്റെ റൂം ലക്ഷ്യം വെച്ച് അവൾ നടന്നു നീങ്ങി. സ്നേഹയും പാറുവിൻ്റെ അമ്മയുമായി സംസാരിച്ച് അവിടെ തന്നെ നിന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം തൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്നതും അവളുടെ മിഴികൾ എല്ലാ മുക്കിലും മൂലയിലും സഞ്ചരിച്ചു. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടി നടുക്കവൾ നിൽക്കുന്നൊരു ഫോട്ടോ ചുമലിൽ കിടപ്പുണ്ടായിരുന്നു. ഫോട്ടോയിലേക്കും അവളുടെ മിഴികൾ സഞ്ചരിച്ചു. ആ ഫോട്ടോ അവളുടെ മിഴികൾ നനയിപ്പിച്ചു. അവളുടെ തലച്ചോറിൽ നിന്നും മാഞ്ഞുപോയ പല ഓർമ്മകളും അവളിലേക്ക് ഓടിയെത്തി. എല്ലാം നോക്കി കണ്ടുകൊണ്ട് അവൾ കുറച്ചുനേരം ബെഡിലിരുന്നു. അതിനുശേഷം ഫ്രഷ് ആകാനായി ഡ്രസ്സ് എടുക്കാൻ അവൾ തൻ്റെ അലമാര തുറന്നു. ആ അലമാര തുറക്കുമ്പോൾ ഓർമ്മയുടെ പുതിയൊരു വസന്തം അവൾക്ക് മുന്നിൽ തുറക്കുന്നത് പോലെയുള്ള ഒരു അനുഭൂതിയായിരുന്നു അവൾക്ക്. അലമാരയിലെ ഓരോ ഡ്രസ്സുകളിലൂടെയും അവളുടെ ഇരുമിഴികളും ഓടി നടന്നു. അവളുടെ കരങ്ങൾ ഒരു ഡ്രസ്സിലേക്ക് യാന്ത്രികമായി ചലിച്ചു. ഒരു ലാച്ചയായിരുന്നു അത്. അവളുടെ അവസാനത്തെ പെണ്ണുകാണലിന് അവൾ അണിഞ്ഞ ഡ്രസ്സ് ആകാശമായിട്ടുള്ളതായിരുന്നു. അവളുടെ അവസാന പെണ്ണുകാണൽ എന്ന് പറയുമ്പോൾ ചെറുക്കനില്ലായിരുന്നു. ചെറുക്കൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ കുറച്ചു നേരം അതും നോക്കി അതേ നിൽപ്പ് നിന്നു. പിന്നെ ഫ്രഷ് ആകാനായി ഒരു ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ഫ്രഷായി വന്നതിന് ശേഷം അവൾ തലമുടി നന്നായി ഒന്ന് തോർത്തു വെച്ച് കെട്ടിവെച്ചു. സീമന്തരേഖയിൽ കുങ്കുമം അണിയിച്ചു. നെറ്റിയിൽ ഒരു പൊട്ടും തൊട്ടു. ഓപ്പറേഷൻ നടക്കുമ്പോൾ കഴുത്തിൽ നിന്നും ഡോക്ടർ ഊരിമാറ്റിയ താലിമാല അവൾ തിരികെ കഴുത്തിൽ അണിയിച്ചു. കണ്ണാടിയുടെ മുൻപിൽ നിന്ന് ഒന്നുകൂടി നോക്കിയതിനു ശേഷം അവൾ താഴേക്കിറങ്ങി. സീമന്തരേഖയിൽ കുങ്കുമവും അണിഞ്ഞ് സുമംഗലിയായി കുളിച്ചൊരുങ്ങി ആകാശ നീല നിറത്തിലെ ഒരു ചുരിദാറും അണിഞ്ഞു വരുന്ന അവളെ കണ്ടതും പാറുവിൻ്റെ അമ്മയും സ്നേഹിയും ഒരുപോലെ ഞെട്ടി. ഇതെന്താ രണ്ടുപേരും എന്നെ അനുഗ്രഹജീവിയെ കാണുന്ന പോലെ കണ്ണും മിഴിച്ചു നോക്കുന്നത്? പാറു അവർക്കരികിലേക്ക് നടന്നു വന്നുകൊണ്ട് ചോദിച്ചു. അപ്പോഴും അവരുടെ മിഴികൾ അവളുടെ സീമന്തരേഖയിൽ ചാർത്തിയിരുന്ന സിന്ദൂരത്തിലും കഴുത്തിലണിഞ്ഞിരിക്കുന്ന താലിമാലയിലും ഉടക്കി നിൽക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരുടെ നോട്ടം ഇതെങ്ങോട്ടാ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്നെ തന്നെ കണ്ണും മിഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ചോദിച്ചിട്ട് ഒന്നും കേട്ടില്ലെന്ന് തോന്നുന്നു. പാറു ആത്മകഥം നടത്തി. അതെ, രണ്ടുപേരും ഏത് സ്വപ്നലോകത്താ? അവൾ വിരൽ ഞൊടിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് രണ്ടുപേർക്കും ബോധം തിരിച്ചു വന്നത്. നിന്റെ സീമന്തരേഖയിൽ സിന്ദൂരം എങ്ങനെ വന്നു? സ്നേഹ ഞെട്ടലോടെ തന്നെ തിരക്കി. ഞാൻ തന്നെ തൊട്ടു. പിന്നില്ലാതെ എൻ്റെ സീമന്തരേഖയിൽ സിന്ദൂരം ചേർത്താൻ എൻ്റെ കെട്ടിയൊരിങ്ങോട്ട് എഴുന്നള്ളിയിട്ടില്ലല്ലോ.
പാറു പറഞ്ഞത് കേട്ട് സ്നേഹ വായും പൊളിച്ചു നിൽക്കുകയാണ്. പാറുവിന്റെ അമ്മ തൻ്റെ മകളെ അപ്പോഴും അമ്പരപ്പോഴും നോക്കി നിൽക്കുകയാണ്. നീ എന്താ പറഞ്ഞത്? അപ്പോ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിമാല? അതെ, എൻ്റെ അഭിയേട്ടൻ ചാർത്തിയതാണ്. അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് കല്ലുവിന്റെ ജീവിതം മാത്രമല്ല മാറി മറിഞ്ഞത്, എൻ്റെ ജീവിതം കൂടിയായിരുന്നു. സ്നേഹ പറഞ്ഞു മുഴുവിക്കും മുൻപേ പാറു പറഞ്ഞു. അമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇപ്പോഴും അമ്പരപ്പ് മാറാതെ അവളെ തന്നെ കണ്ണും മിഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മയോട് അവൾ തിരക്കി. നിന്റെ ജീവിത പങ്കാളി എങ്ങനെയാണ്? നല്ല സ്വഭാവമാണോ? ഇത് മാത്രമല്ലേ അപ്പ അമ്മയ്ക്ക് ചോദിക്കാൻ പറ്റൂ. അമ്മ ടെൻഷനാകണ്ട, നല്ല സ്വഭാവവും നല്ല മനസ്സും ഉള്ള ആളാണ് അഭിയേട്ടൻ. ആശുപത്രിയിൽ വെച്ച് ഈ താലിമാല നിന്റെ കഴുത്തിലില്ലായിരുന്നല്ലോ? സംശയത്തോടെ സ്നേഹ ചോദിച്ചു. ഓപ്പറേഷൻ സമയത്ത് ഡോക്ടേഴ്സ് ഊരി മാറ്റിയതാണ്. നമ്മൾ ഡിസ്ചാർജ് ആയ സമയം ഒരു നേഴ്സാണ് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നത്, പാറു പറഞ്ഞു. അതോടുകൂടി സ്നേഹയുടെ മനസ്സിലുണ്ടായിരുന്ന സംശയം മാറി. പക്ഷേ അവളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ സ്നേഹ അതിയായി ആഗ്രഹിച്ചു. അന്ന് കല്യാണ മണ്ഡപത്തിൽ നിന്നും നീ എങ്ങോട്ട് പോയതാണ്? ഇത്രയും നാൾ എവിടെയായിരുന്നു? സ്നേഹ തിരക്കി. അതൊക്കെ പറയാൻ ഇനിയും നേരമുണ്ടല്ലോ. ഇപ്പൊ എൻ്റെ അമ്മ വന്നേ, ഞാൻ അമ്മയുടെ കൈപ്പുണ്യം അറിഞ്ഞിട്ട് എത്ര നാളായി. അതും പറഞ്ഞ് പാറു അമ്മയും കൊണ്ട് അടുക്കളയിലേക്ക് പോയി. ആ അമ്മയുടെ മനസ്സിലും ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവളോടൊന്നും ചോദിച്ചില്ല. നല്ല ചൂടോടുകൂടി പാറുവും സ്നേഹയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആരോ പുറത്ത് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. പാറുവിൻ്റെ അമ്മ ആരാണെന്ന് നോക്കാനായി പോയി. പെട്ടെന്ന് തന്നെ കൈയും വായും കഴുകി പാറുവിൻ്റെ അമ്മയുടെ പിന്നാലെ രണ്ടുപേരും കൂടി പോയി. വാതിൽ മെല്ലെ തുറന്നതും അഞ്ജു സ്നേഹയെ കണ്ട് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. സ്നേഹയും അഞ്ജുവും പരസ്പരം ഇന്നാണ് നേരിട്ട് കാണുന്നത്. പക്ഷെ ഫോട്ടോയിലൂടെയും ഫോണിൽ സംസാരിച്ചും രണ്ടുപേർക്കും പരിചയമുണ്ട്. അഞ്ജു പുറത്തോട്ടൊന്നും ഇറങ്ങാതെ അകത്തു തന്നെ ഇരിപ്പായിരുന്നല്ലോ. അവൾക്കൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി കീർത്തിയാണ് അവളെയും കൊണ്ട് പാറുവിൻ്റെ വീട്ടിലേക്ക് വന്നത്. എവിടെയോ ഈ മുഖം കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. എവിടെയായിരുന്നു കണ്ടത്? എന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. പാറു കീർത്തിയെ നോക്കി മനസ്സിൽ പറഞ്ഞു. താനാണോ പാറു? ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ തോന്നുന്നു. പാറുവിൻ്റെ മുഖത്ത് നോക്കി കീർത്തി ആരാഞ്ഞു. ഞാൻ തന്നെയാണ് പാറു. എനിക്കും തന്നെ കണ്ട് നല്ല പരിചയം തോന്നുന്നുണ്ട്. പക്ഷേ എവിടെ വെച്ചാണ് കണ്ടതെന്ന് ഇപ്പൊ പിടികിട്ടി. താൻ ആകാശേട്ടൻ്റെ അനിയത്തിയല്ലേ? അതെ, തനിക്ക് എന്നെ എങ്ങനെയാ പരിചയം? സാറിൻ്റെ അനിയത്തിയോ? ഇവൾ ആകാശ് സാറിന്റെ മുറപ്പെണ്ണല്ലേ? മുറപ്പെണ്ണാണെങ്കിൽ സാറിന് അനിയത്തിയെ പോലെ ആയിരിക്കും. സ്നേഹ ആത്മകഥം നടത്തി. ഒരുപാടൊന്നും ആലോചിക്കണ്ട, നമ്മൾ ഇവിടെ വെച്ച് തന്നെയാണ് ആദ്യമായി കണ്ടുമുട്ടിയത്. ഇവിടെ വെച്ചോ? അതെ, ആകാശേട്ടന് വേണ്ടി പെണ്ണ് കാണാൻ വന്നപ്പോൾ അന്നാണ് നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത്. ആരാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ഏട്ടന് വേണ്ടി ഞാനും അമ്മയും അച്ഛനും കൂടി ഒരുപാട് പെൺകുട്ടികളെ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. അതില്ലേ ഇതാരാണെന്ന് എങ്ങനെയൊന്ന് മനസ്സിലാക്കുക? കീർത്തി മനസ്സിൽ പറഞ്ഞു. തന്നെ ഇപ്പോഴും പിടികിട്ടിയിട്ടില്ലെന്ന് കീർത്തിയുടെ മുഖം ശ്രദ്ധിച്ച പാറുവിന് മനസ്സിലായി. തനിക്ക് ഇപ്പോഴും എന്നെ പിടികിട്ടിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. കല്യാണ മണ്ഡപത്തിൽ നിന്നും ഓടിപ്പോയ ഒരു പെൺകുട്ടിയെ ഓർക്കുന്നുണ്ടോ? ശ്രീപാർവതി അല്ലേ? ഏട്ടന് വേണ്ടി പെണ്ണ് കണ്ടതിൽ തന്നെ മാത്രം അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ, കീർത്തി പറഞ്ഞു. ഇതൊക്കെ കേട്ട് വട്ടടിച്ച് നിൽക്കുകയായിരുന്നു സ്നേഹ. സ്നേഹ ചേച്ചി, സ്നേഹ ചേച്ചി, അഞ്ജു അവളെ വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൾ കേൾക്കുന്നേയില്ല. ഈ ചേച്ചിക്ക് ഇതെന്താ പറ്റിയേ? അഞ്ജു ആത്മകഥം നടത്തി. സ്നേഹ, നീ ഏത് ലോകത്താണ്? ഈ മോൾ നിന്നെ വിളിക്കുന്നൊന്നും കേൾക്കുന്നില്ലേ? സ്നേഹയുടെ ആ നിൽപ്പ് കണ്ട് പാറു അവളെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചു. കീർത്തി ആകാശ് സാറിന്റെ മുറപ്പെണ്ണല്ലേ? പോയ ബോധം തിരിച്ചു വന്നതും സ്നേഹ പാറുവിനോട് തിരക്കി. മുറപ്പെണ്ണോ? നീ ഇത് എന്തൊക്കെയാടി ചോദിക്കുന്നേ? കീർത്തി ആകാശ് ചേട്ടന്റെ സ്വന്തം ചോരയാണ്, ചേട്ടന്റെ സ്വന്തം പെങ്ങൾ. അതും കൂടി കേട്ടപ്പോൾ അവളുടെ കിളികളെല്ലാം കൂടും കുടുക്കയും കൂട്ടി പറന്നുപോയി. പെട്ടെന്നാണ് അവളുടെ കണ്ണിൽ ഇരുട്ട് കയറാൻ തുടങ്ങിയത്. അവൾ ബോധം മറിഞ്ഞ് താഴെ വീണു. ഷോക്കിംഗ് ന്യൂസ് കേട്ടതുപോലെ പെട്ടെന്ന് തല കറങ്ങി വീഴാൻ ഇവൾക്കിതെന്തു പറ്റി? അതും ആലോചിച്ചുകൊണ്ട് പാറു സ്നേഹയുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ചു. മെല്ലെ സ്നേഹം മിഴികൾ തുറന്നു. എന്തിനാടി പെട്ടെന്ന് ബോധം കെട്ടു വീണത്? ബോധം വീണ സ്നേഹയോട് പാറു ചോദിച്ചു. ഞാൻ ആകാശിന്റെ സ്വന്തം പെങ്ങളാണെന്ന് കേട്ടതിന്റെ ഷോക്കാണ് സ്നേഹയ്ക്ക്, കീർത്തിയാണ് മറുപടി നൽകിയത്. അതിന് ഇവളെന്തിനാ ബോധം കെട്ടു വീണത്? ഒന്നും മനസ്സിലാവാതെ പാറു തിരക്കി. അത് പാറു, ഞാൻ ആകാശിന്റെ മുറപ്പെണ്ണാണെന്നാണ് കല്യാണി പറഞ്ഞ സ്നേഹയ്ക്കറിവ്. അതിൻ്റെ ഒരു ഷോക്കാണ്. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും.
ഇതേ സമയം പൂന്തോട്ടമൊക്കെ കണ്ട് കാട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണി. അതിനിടയ്ക്കും അവളുടെ മനസ്സിൽ നേരത്തെ ആകാശ് പറഞ്ഞ വാക്കുകൾ നിറഞ്ഞു നിന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും നിങ്ങളെപ്പോലെ തന്നെ ഈ കല്യാണം മുടക്കാൻ ആദ്യം മുതൽ അന്ത്യം വരെ ശ്രമിച്ചിരുന്നു. അവസാനം അതിന് ഫലവും കണ്ടിരുന്നു. ആകാശേട്ടൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അവരുടെ പരിശ്രമങ്ങൾക്ക് വിജയം കണ്ടു എന്നല്ലേ? കല്യാണ മണ്ഡപത്തിൽ അന്നുണ്ടായ ആ അടി ഇനി ആകാശേട്ടൻ്റെയും ഫ്രണ്ട്സിൻ്റെയും പ്ലാനായിരുന്നോ? ആണെങ്കിൽ തന്നെ എൻ്റെ കഴുത്തിൽ എന്തിനാ താലി ചാർത്തിയത്? ഒന്നിലും ഒരു വ്യക്തതയും കിട്ടുന്നില്ലല്ലോ. അവൾ അങ്ങനെ ഓരോന്നും ആലോചിച്ച് കൂട്ടി. എന്താണ് പൂക്കൾക്കിടയിൽ നിന്നും ഒരു ആലോചനയിൽ മുഴുകി നിൽക്കുന്ന കല്യാണിയോട് ആകാശ് വിളിച്ചു തിരക്കി. എൻ്റെ മനസ്സിലെ സംശയങ്ങൾ ചോദിക്കണോ? അല്ലെങ്കിൽ വേണ്ട, സമയമാകുമ്പോൾ ചോദിക്കാതെ തന്നെ എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടുമായിരിക്കും, അവൾ മനസ്സിൽ പറഞ്ഞു. ഒന്നുമില്ല ആകാശേട്ടാ, അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കുറെ നേരം പൂന്തോട്ടത്തിൽ തന്നെ അവർ ചിലവഴിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കല്യാണിക്ക് നന്നായി വിശക്കാൻ തുടങ്ങി. ആകാശേട്ടാ, എനിക്ക് നന്നായി വിശക്കുന്നു. നമുക്ക് കഴിക്കാൻ കായ്കനികൾ വല്ലതും കിട്ടുമോ എന്ന് നോക്കാം. എനിക്കും വിശക്കുന്നുണ്ട്. നമുക്ക് കുറച്ചു ദൂരം നടന്നു നോക്കാം. അവർ അങ്ങനെ കുറച്ചു ദൂരം നടന്നു. പക്ഷേ അവിടെ കായ്കനികൾ പൂത്തു നിൽക്കുന്ന ഒരു മരവും അവർ കണ്ടില്ല. നിരാശയിലും പ്രത്യാശ കൈവിടാതെ അവർ നടന്നു. അങ്ങനെ നടന്നു നീങ്ങുമ്പോഴാണ് ഒരാൾ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. കണ്ടാൽ ഒരു ഫോറസ്റ്റ് ഗാർഡിന്റെ ലുക്കുണ്ട്. കയ്യിൽ നീളമുള്ളൊരു തോക്കുമുണ്ട്. നിങ്ങൾ ആരാണ്? എന്താണ് ഫോറസ്റ്റിനകത്ത് കാര്യം? അയാൾ ഗൗരവത്തോടെ ചോദിച്ചു. സർ, ഞങ്ങൾ ഈ കാട്ടിൽ അകപ്പെട്ടു പോയതാണ്. ഈ അനന്തമായി കിടക്കുന്ന കാട്ടിൽ നിന്നും നേരായ വഴി ഞങ്ങൾക്കറിയില്ല, ആകാശ് മുൻപിൽ നിൽക്കുന്ന അയാളോട് പറഞ്ഞു. ഞാൻ ഫോറസ്റ്റ് ഗാർഡിയനാണ്. നിങ്ങൾക്ക് ഈ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് എത്താനുള്ള നേരായ വഴി ഞാൻ കാട്ടിത്തരാം. പക്ഷേ എന്താ? അവൾ താഴേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നൊരു കൈ അവളുടെ തോളിൽ പതിഞ്ഞു. ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞു നോക്കിയതും മുന്നിൽ ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവുവിനെയാണ് കണ്ടത്. എന്താണ് മോളെ, ഒരു നാണമൊക്കെ? ദേവു പറയുന്നത് കേട്ട് യാമി അമർന്നു. നാണം? തനിക്കോ? എന്തിന്? എൻ്റെ ഏതു ഭാവം കണ്ടിട്ടാണോ ഇവൾക്ക് നാണം തോന്നിയത്? രണ്ടെണ്ണവും കൂടി വഴി നിറഞ്ഞെന്നാ ഞങ്ങൾക്കൊക്കെ നടക്കണ്ടേ? ആദി ഇതിനിടയിൽ വന്നു നിന്ന് പറഞ്ഞു. ഇത്രയും വിശാലമായ സ്റ്റെപ്പിൽ നിനക്ക് നടക്കാൻ അത്രയ്ക്ക് സ്ഥലമില്ലേ? ദേവു ചോദിച്ചു. അതും പറഞ്ഞ് ഫോറസ്റ്റ് ഗാർഡിയൻ പോയി. വാവ്, എന്ത് രസമാണ് ഈ ഏറുമാടം കാണാൻ, അതിശയത്തോടെ കല്യാണി പറഞ്ഞു. നീ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതാണോ? ഇത് എന്ത് കഷ്ടമാ, നല്ലത് കണ്ടാൽ അതും അംഗീകരിച്ചൂടെ? അങ്ങനെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിച്ചു. ഫോറസ്റ്റ് ഗാർഡിയൻ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും ദാഹശമനത്തിനായി വെള്ളവും എത്തിച്ചു കൊടുത്തു. അങ്ങനെ രണ്ടാളും ഭക്ഷണവും വെള്ളവും കുടിച്ച് ആ ഏറുമാടത്തിൽ കിടന്നു മയങ്ങി. രാവിലെ പുലർച്ചെ തന്നെ ആകാശ് എഴുന്നേറ്റു. ആകാശ് എഴുന്നേറ്റതും അവൻ ആ ഏറുമാടം മൊത്തം കണ്ണോടിച്ചു നോക്കി. ഒരു നിമിഷം അവൻ ഭയന്നുപോയി. പക്ഷേ ഭയം പെട്ടെന്ന് തന്നെ അകന്നുപോയി. അവൻ്റെ കണ്ണുകൾ കല്യാണിയെയാണ് തിരഞ്ഞത്. രാവിലെ തന്നെ ഫോറസ്റ്റ് ഗാർഡിയൻ അവരെ കാണാനായി വന്നു. അവർക്ക് ആ കാട്ടിൽ നിന്നും പുറത്തു കിടക്കാനുള്ള നേരായ വഴി കാണിച്ചു കൊടുത്തു. അവർ അങ്ങനെ മെയിൻ റോഡിലെത്തി. അന്നേരം തന്നെ ആകാശിൻ്റെ ഫോണിൽ റേഞ്ച് കിട്ടി തുടങ്ങി. കല്യാണിയുടെ ഫോണിൽ ചാർജ് ഇല്ലാതിരുന്നു കൊണ്ട് പണ്ടേ സ്വിച്ച് ഓഫ്. ഫോൺ ഓണാക്കിയതും ചറപറ നോട്ടിഫിക്കേഷൻസ് ആകാശിൻ്റെ ഫോണിലേക്ക് വരാൻ തുടങ്ങി. അതിലൊരു നോട്ടിഫിക്കേഷനിൽ അവൻ്റെ മിഴികൾ ഉടക്കി നിന്നു.